RSSനെതിരെ വീണ്ടും പ്രകോപന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രിയാങ്ക് ഖാർഗെ. RSSന് സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും പരിപാടികൾക്ക് അനുമതി നൽകരുത് എന്നാണ് പ്രിയാങ്കിന്റെ പുതിയ ആവശ്യം. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന കർണാടകയിൽ സർക്കാർ സ്ഥാപനങ്ങൾ RSS പരിപാടികൾക്ക് വിട്ടു നൽകില്ല എന്നാണ് പ്രിയങ്ക ഖാർഗെ പറയുന്നത്. എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നന്ദൻ, ഇതിനു മുൻപും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപന പ്രസ്താവനകൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ് പ്രിയാങ്ക് ഖാർഗെ ഇത്തരമൊരു പ്രസ്താവന നടത്തിയത്? RSSന്റെ ഭാഗത്തുനിന്നും വലിയ ഭീഷണികൾ നേരിടുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രിയങ്ക് ഖാർഗെയുടെ പ്രസ്താവന. പ്രിയങ്ക് ഖാർഗെ നമുക്കറിയാം AICC അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ മകൻ കൂടിയാണ്. അതായത് രാഷ്ട്രീയത്തിൽ യാതൊരുവിധ പ്രകടനങ്ങളും നടത്താതെ അച്ഛൻ്റെ ലേബലിൽ മന്ത്രിസ്ഥാനത്തെത്തിയ വ്യക്തിയാണ് പ്രിയങ്ക് ഖാർഗെ. ഈ പ്രിയങ്ക് ഖാർഗെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് RSSനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. RSS നേതാക്കളുടെ അല്ലെങ്കിൽ BJP നേതാക്കളുടെ മക്കൾ ആരും ഈ സംഘശാഖകളിലേക്ക് പോകുന്നില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവനയാണ് ഈ പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ചെറുപ്പക്കാരിൽ RSS മതബോധനം നടത്തുന്നു എന്നുള്ള പ്രസ്താവനയും ഈ പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിലെ ഒരു കോളേജുകളോ സ്കൂളുകളോ സർക്കാർ സ്കൂളുകളോ അതേപോലെ തന്നെ സർവകലാശാലകളോ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള സ്വത്തുവകകളും ഈ RSSന്റെ പരിപാടികൾ നടത്താൻ വിട്ടു നൽകില്ല എന്നുള്ള ഒരു തീരുമാനമാണിപ്പോൾ ഈ പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും കർണാടകയിലെ ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. RSSനെതിരെ മുമ്പും പലതരത്തിൽ ഇത്തരം പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ കർണാടകത്തിൽ RSSന്റെ ഏതെങ്കിലും തരത്തിലുള്ള കേഡറുകൾ അല്ലെങ്കിൽ RSS പ്രവർത്തകർ ഏതെങ്കിലും വകുപ്പുകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയുള്ള പ്രത്യേക പരിശോധനകൾ ആരംഭിച്ചതായിട്ട് കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ വ്യക്തമാക്കിയ സാഹചര്യമുണ്ടായിരുന്നു. ഇങ്ങനെ പൂർണ്ണമായും കർണാടക സംസ്ഥാനത്ത് RSSന് വിലക്കേർപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിലക്കേർപ്പെടുത്താൻ തുനിയുന്ന നടപടികളിലേക്കാണ് ഇപ്പോൾ ഈ കർണാടക സർക്കാർ കടന്നിരിക്കുന്നത്. കർണാടക സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരും സമാനമായി RSSനെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പ്രകോപനപരമായ പ്രസ്താവനകൾ ഇപ്പോൾ പലതായി ഇറക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിലായി കണ്ടെത്തിയിരിക്കുന്നത് RSS ഈ വിദ്യാർത്ഥികളിലും അതേപോലെ തന്നെ ചെറുപ്പക്കാരിലും മറ്റും മതബോധനം നടത്തുന്നു എന്നുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇപ്പോൾ അല്ലെങ്കിൽ അത്തരമൊരു പ്രസ്താവന കൂടി ഇപ്പോൾ ഈ പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. ഏതായാലും പ്രകോപനപരമായ പ്രസ്താവനയാണിപ്പോൾ ഈ പ്രിയങ്ക് ഖാർഗെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്.